എന്താ നിങ്ങൾക്ക് അറിയുമോ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി ആരാണെന്ന്? മാതാപിതാക്കൾ, സഹോദരൻ, സഹോദരി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്? ഒരിക്കലുമല്ല. നിങ്ങൾ ഏവരുടെയും യഥാർത്ഥ ജീവിത പങ്കാളി അത് നിങ്ങളുടെ ശരീരം തന്നെയാണ്. ആ ശരീരം നിങ്ങൾ ശ്രദ്ധിക്കുന്നു കൂടിയില്ല, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏത് വ്യക്തിയാണോ ഇക്കാര്യം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം ശുഭകരമായി തീരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം നോക്കിയാലും ഈ പ്രപഞ്ചത്തിൽ എന്ത് നല്ല കാര്യം ചെയ്യുവാനും പിന്നെ സത്യത്തെ സംരക്ഷിക്കുവാനും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ദുഷ്ടന്മാരോട് യുദ്ധം ചെയ്യുവാനും അങ്ങനെ മിത്രങ്ങളെ സംരക്ഷിക്കാനുമെല്ലാം ഈ ശരീരം തന്നെയാണ് വേണ്ടത്. തപസ്സിലാണെങ്കിലും ബലിദാനം ചെയ്യുവാനും അങ്ങനെ എന്തിനും എല്ലാത്തിനും ഈ ശരീരമാണ് ആധാരം. എന്താ ശരിയല്ലേ? അതുകൊണ്ട് നാം ഏവരുടെയും കർത്തവ്യമാണ് നമ്മുടെ ശരീരം സംരക്ഷിക്കണമെന്നത്. നാം എന്ത് കഴിക്കണം, പിന്നെ എന്താണ് കഴിക്കാൻ പാടില്ലാത്തത്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എന്താണ് ഉപേക്ഷിക്കേണ്ടത്, പിന്നെ എന്താണ് സ്വീകരിക്കേണ്ടത്, ഇതും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്നത് എത്ര നല്ല ആഹാരമാണോ അത്രയും നല്ല മനസ്സായിരിക്കും നമുക്കുണ്ടാകുന്നത്. ആ ആഹാരത്തിന്റെ ഗുണമായിരിക്കും ഉള്ളിൽ പ്രതിഫലിക്കുന്നതും. എത്ര സമാധാനമായാണോ ആഹാരം കഴിക്കുന്നത് അത്രയും സമാധാനമായ മനസ്സും നമുക്കുണ്ടാകും. മനസ്സ് സ്വസ്ഥമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഉറപ്പായും ശുഭമായി തന്നെ ഭവിക്കുന്നതാണ്. ആ മനസ്സോടെ ഏവരും എന്നോടൊപ്പം സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ.